ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ ഡ്രീം ലൈഫ് ജേണി വിത്ത് ഹസി. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ അല്പം വ്യത്യസ്തമാണ്. ഇന്നൊരു ഹെയർ ഓയിൽ ഉണ്ടാക്കുന്ന വീഡിയോ ആണ് കാണിക്കുന്നത്. നമ്മുടെ പറമ്പിലൂടെ അയൽവരമ്പിലൂടെയൊക്കെ നടന്നാൽ കിട്ടുന്ന കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചുകൊണ്ടാണ് ഞാൻ ഇന്നത്തെ എണ്ണ തയ്യാറാക്കിയിരിക്കുന്നത്. കിട്ടാത്ത 3-4 ഐറ്റംസ് ഉണ്ടായിരുന്നു. അത് നമ്മുടെ അടുത്ത വീട്ടിലുള്ള പ്രിയയുടെ വീട്ടിൽ നിന്നാണ്. അവർ വളർത്തുന്നതിൽ നിന്നാണ് അവരെനിക്ക് താല്പര്യത്തോടെ സന്തോഷത്തോടെ തന്നതാണ്. ഇതാണ് കേട്ടോ നമ്മുടെ പ്രിയ. അവൾ മുഖം കാണിക്കേണ്ടതെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ കാണിക്കാഞ്ഞത്. 700 മില്ലി എണ്ണ വെച്ചിട്ടാണ് ഞാനിവിടെ ഹെയർ ഓയിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. അതിൽ 500 മില്ലി വെളിച്ചെണ്ണയും 200 മില്ലി നല്ലെണ്ണയാണ് ഉപയോഗിച്ചത്. അപ്പോൾ ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന പച്ചമരുന്നുകൾ ഏതൊക്കെയാണെന്ന് നോക്കിയാലോ. ഇന്ന് കിഴാർനെല്ലി, ചെമ്പരത്തിപ്പൂവ്, തുളസിയില, മുക്കൂറ്റി, മുരിങ്ങയില, മൈലാഞ്ചിയില, ആര്യവേപ്പില, കയ്യോന്നി അല്ലെങ്കിൽ കഞ്ഞുണ്ണി, പൂവാങ്കുറുന്നില, പനിക്കൂർക്കയില അല്ലെങ്കിൽ കഞ്ഞിക്കൂർക്കൽ, പേരയില. ഇത്രയും ഐറ്റംസാണ് ഞാനിവിടെ ചേർത്തിരിക്കുന്നത്. ഇതിലൊരു പ്രധാന ഇൻഗ്രീഡിയൻ്റ് ആണ് കറ്റാർവാഴ. പക്ഷെ അതിവിടെ എവിടെയും കിട്ടാനുണ്ടായിരുന്നില്ല. കടയിൽ പോകാനുള്ള മടി കാരണം അത് ഞാൻ സ്കിപ്പ് ചെയ്യായിരുന്നു. ഇത് ഇലകളൊക്കെ ഒന്ന് കഴുകിയെടുത്ത് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് അരച്ചെടുത്തു. എന്നിട്ട് ഞാൻ ആദ്യം അരിച്ചെടുക്കുകയാണ് ചെയ്തത്. അതിൻ്റെ നീര് മാത്രം ഒഴിക്കുക എന്നാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ബാക്കിയുള്ള ആ ചണ്ടിയിൽ നന്നായിട്ട് മരുന്നിൻ്റെ അംശം ഉള്ളത് കൊണ്ട് എനിക്കത് ഒഴിവാക്കാനും തോന്നിയില്ല. ഞാനത് അങ്ങനെ തന്നെ വെളിച്ചെണ്ണയിലേക്കിട്ട് മൊത്തത്തിലാണ് കാച്ചിയെടുത്തത്. എണ്ണ കാച്ചുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, വളരെ വലിയൊരു ചൂടിലിട്ടിട്ട് നമ്മളത് കാച്ചാൻ പാടില്ല. അപ്പം ഞാൻ കുറച്ചൊന്ന് ഹൈ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് ചൂടായി വന്നതിന് ശേഷം മീഡിയം ടു ലോയിലിട്ടും പിന്നെ സിമ്മിലിട്ടുമാണത് കാച്ചിയെടുത്തത്. സിമ്മിൽ കുറേ നേരം കിടന്നിട്ടാണ് അത് പാകമായിട്ട് വന്നത്. അത് നമ്മൾ തൊട്ട് നോക്കുന്ന സമയത്ത്, അതിൻ്റെ കൽക്കനെടുത്ത് തൊട്ട് നോക്കുന്ന സമയത്ത് ചെറുതായിട്ട് നമ്മൾ പൂഴിമണലൊക്കെ കയ്യിൽ വെച്ചാലുണ്ടാകുന്ന ആ ഒരു ഫീല് വരണം. എന്നാൽ വല്ലാണ്ട് കരിഞ്ഞു പോകാനോ ഉണങ്ങി പോകാനോ പാടില്ല. വല്ലാണ്ട് മൂത്ത് പോയാൽ എണ്ണ തലയിൽ തേച്ച് കഴിഞ്ഞാൽ നമുക്ക് ഗുണത്തേക്കാൾ ഏറെ ദോഷമാണ് ഉണ്ടാവുക. മൂത്ത് പോകാൻ പാടില്ല എന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. എന്നാൽ പറ്റേ കുറഞ്ഞു പോയാലും ആ എണ്ണ പെട്ടെന്ന് ചീത്തയായി പോകാൻ സാധ്യതയുണ്ട്. രാത്രി കാച്ചി വെച്ച് രാവിലെ നന്നായിട്ട് ചൂടാറിയതിന് ശേഷമാണ് ഞാനത് ബോട്ടിലേക്ക് ആക്കിയത്. 500 ml ബോട്ടിലേക്ക് ആക്കിയ ശേഷം വല്ലാണ്ടൊന്നും ബാക്കി ഉണ്ടായിരുന്നില്ല. ഒരു 50 മില്ലിയൊക്കെ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. 700 എണ്ണ വെച്ചിട്ട് ഒരു 550 മില്ലി എണ്ണ നമുക്ക് കാച്ചിയെടുക്കാൻ പറ്റി. ഈ പച്ചമരുന്നുകൾ ശരിക്ക് കുറച്ചധികം ഉണ്ടായിരുന്നു. ഞാൻ പിന്നെ ഒന്ന് ഒഴിവാക്കേണ്ടെന്ന് വിചാരിച്ച് എല്ലാം ഇട്ടതാണ്. ഏകദേശം ഒരു 1.5 ലിറ്റർ 2 ലിറ്ററൊക്കെ വെളിച്ചെണ്ണ കാച്ചാനുള്ള മരുന്ന് ഇതിനകത്തുണ്ടായിരുന്നു. ഈ എണ്ണ തലയിലെ താരനോ ചൊറിച്ചിലോ കുരുക്കളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് മാറാനും മുടി നല്ല കറുപ്പോട് കൂടി വളരാനുമൊക്കെ വളരെ സഹായകമാണ്. കൂടാതെ ഇതിൽ പനിക്കൂർക്കയില ഉള്ളതുകൊണ്ട് ചുമ, ജലദോഷം, കഫക്കെട്ട്, തലവേദന, അലർജി പ്രശ്നങ്ങൾ തുടങ്ങിയവയ്ക്കുള്ള ഒരു പരിഹാരവും കൂടിയാണ് ഈ എണ്ണ തലയിൽ തേച്ച് കുളിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അടുത്തൊരു വീഡിയോയുമായി പെട്ടെന്ന് തന്നെ നമുക്ക് കാണാം. അതുവരെ ബായ്.